السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലുമെല്ലാം ഒരുപോലെ പാലിച്ച് അവന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും സ്നേഹവും നേടിയെടുത്ത് ഈ ലോകത്ത് നിന്ന് സമാധാനത്തോടെ യാത്ര പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ക്ഷണികമായ ദുനിയാവിന്റെ പ്രമത്തതയിൽ മയങ്ങിപ്പോകാതെ അനശ്വരമായ പരലോകത്തിന് വേണ്ടി നിതാന്ത പരിശ്രമം നടത്തുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു കാര്യത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നൽകപ്പെട്ട, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളും ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും കിട്ടാത്ത ഒരു സംഗതിക്കാണ് നമ്മൾ മൂല്യവത്തായ സമ്മാനം അല്ലെങ്കിൽ മൂല്യവത്തായ സംഗതി എന്നൊക്കെ പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ മൂല്യമുള്ള അമൂല്യമായ ഗിഫ്റ്റ് എന്താണ്? സമ്മാനം എന്താണ്? മനുഷ്യ ചരിത്രം നാം പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ പ്രവാചകന്മാർ അതിരറ്റ് ആഗ്രഹിച്ചിട്ടും അവരുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് പോലും കിട്ടാത്തൊരു വലിയ അനുഗ്രഹം, ഹിദായത്ത്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ട്, എന്റെ വാക്കുകൾ ഈ ജനങ്ങൾ കേൾക്കുന്നില്ല എന്ന പരിഭവം പറഞ്ഞ പരിഭവത്തിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഭയാനകമായ വെള്ളപ്പൊക്കം അയച്ചു. ആ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയ കപ്പലിൽ
അതിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കൺമുന്നിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട മകൻ മുങ്ങിത്താഴുന്നത് കണ്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദനയും പ്രയാസവും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സുന്ദരമായി ചിത്രീകരിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ് വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മഅസിലി യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. പൊന്നുമോനെ, നീ ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറ്, ഞങ്ങളോടൊപ്പം വാ, നീ നിഷേധികളോടൊപ്പം കൂടല്ലേ, അത് നാശത്തിൻ്റെതാണ്. ആ സമയം ആ മകൻ പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാല സആവി ഇലാ ജബലി യഅസ്മുനി മിനൽ മാ. എനിക്ക് നിങ്ങളെ കപ്പലൊന്നും വേണ്ട, നിങ്ങളെ പടച്ചോന്റെ സംരക്ഷണം എനിക്ക് വേണ്ട, നിങ്ങളൊരു സഹായം എനിക്ക് വേണ്ട, എനിക്ക് അതിന് താല്പര്യമില്ല. സആവി ഇലാ ജബലി യഅസ്മുനി മിനൽ മാ. ഈ വെള്ളത്തുനിന്നൊക്കെ എന്നെ രക്ഷിക്കുന്ന ഏതെങ്കിലും മലേന്റെ മുകളിൽ കയറി, പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് സ്വന്തം ഉപ്പയോട് പറയുന്ന ആ ചരിത്രഭാഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 900 ചില്ലാനം കൊല്ലം അള്ളാഹുവിന്റെ കലിമത്തിന് വേണ്ടി പാടുപെട്ട് പ്രയത്നിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മടുപ്പുമില്ലാതെ അള്ളാഹുവിന്റെ കലിമത്തിന്റെ ദഅവത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾ പ്രയത്നിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീവ്രമായി കഠിനമായി ആഗ്രഹിക്കുകയാണ്, പടച്ച റബ്ബേ, ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന എന്റെ മകനെ നീ ഹിദായത്ത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അടിമ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലിയറുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉപ്പാനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അള്ളാഹു പറയുന്നത് ആ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? സഅസ്തഗ്ഫിറു ലക്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടാം, അങ്ങയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രമുണ്ട്. മാശറയിൽ വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ആസറും തമ്മിൽ കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി ആസറിനോട് ചോദിക്കും, ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അന്ന് ആ ഉപ്പ ഇബ്രാഹിം നബിയോട് പറയുന്നതാണ്, മോനെ, ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എനിക്ക് ബോധ്യപ്പെട്ടു നീ പറഞ്ഞതൊക്കെ ശരിയാണ്, സത്യമാണെന്ന് എനിക്കിതാ കണ്ട് കേട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു, നീ പറയുന്നത് എന്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിഭവം പറയുകയാണ്, യാ റബ്ബ്, ഈ മാശറയുടെ ദിവസത്തിൽ എന്നെ അപമാനിച്ചു കളയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്റെ സ്വന്തം ഉപ്പയെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം എന്താണ് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറയുന്ന മറുപടി എന്താ അറിയോ? ഇബ്രാഹിം, അതാണ് നിനക്ക് പ്രശ്നമെങ്കിൽ നിന്റെ കാലുകൾക്കിടയിലേക്ക് ഒന്ന് നോക്കുക എന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബി തന്റെ കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോ വിചിത്രവും വികൃതവുമായ ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് ആസറിന്റെ രൂപമാറ്റം ചെയ്യപ്പെട്ടു. എന്നിട്ട് ആ രൂപത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളാൽ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് ഹദീസ് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പാക്ക് അദ്ദേഹം എത്ര ആഗ്രഹിച്ചിട്ടും ആശിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്തൊരു അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ 6ാമത്തെ വയസ്സിൽ മരണപ്പെട്ടപ്പോൾ പ്രവാചകന്റെ സ്നേഹത്തോടെ പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുത്ത ആളാണ് അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ ഉപ്പാപ്പയാണ്. റസൂലിനെ എത്രത്തോളം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒറ്റ സംഭവം മാത്രം മതി. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനെ നടന്നുപോയ ഒട്ടകങ്ങളെ തെരയുന്നതിന് വേണ്ടി പറഞ്ഞയക്കാണ്. പ്രവാചകനെ എന്ത് പണി ഏൽപ്പിച്ചാലും പെട്ടെന്ന് അത് തീർത്ത് തിരിച്ചു വരുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇപ്രാവശ്യം വരാൻ കുറച്ച് താമസിച്ചു പോയി. അങ്ങനെ പ്രവാചകൻ തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചിറങ്ങാൻ. അങ്ങനെ അദ്ദേഹം കാബയുടെ ചുറ്റിലും മുഹമ്മദിനെ കണ്ടവരുണ്ടോ, എന്റെ കുട്ടിയെ കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ വേവലാതിയോടെ നടക്കുന്ന ചരിത്രം ഇബ്നു ഇസ്ഹാഖിന്റെ ഒക്കെ ചരിത്ര ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവസാനം ഒരുപാട് തെരഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് വളരെ ചെറിയ വയസ്സ് മാത്രമേ ഉള്ളൂ, ബാലനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ,
ഇനി ഒരിക്കലും ഒരു കാര്യത്തിലും ഞാൻ നിന്നെ പറഞ്ഞയക്കുന്ന പ്രശ്നമില്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ എന്നിൽ നിന്ന് വേർപെടുത്തുകയില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പയും മരിച്ചപ്പോ 8ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത് പ്രവാചകന്റെ നുബുവത്തും കഴിഞ്ഞ് ഹിജ്റയുടെ തൊട്ടു മുന്നത്തെ വർഷം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സംരക്ഷണവും നൽകിയ മനുഷ്യനാണ് അബൂ താലിബ്. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ പ്രവാചകനെ പരിഗണിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ആളാണ് അബൂ താലിബ്. അബൂ താലിബിന്റെ പല ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഷുഐബ് അബൂ താലിബിനെയും ഹാഷിം കുടുംബത്തെയും മുഴുവൻ ബഹിഷ്കരിച്ചിട്ട് അവരെ എല്ലാം പട്ടിണിക്കിട്ട് മാസങ്ങളോളം ഉപദ്രവിച്ചപ്പോ അബൂ താലിബ് പലപ്പോഴും രാത്രി ആയാലും ഉറങ്ങൂല എന്നാണ്. അദ്ദേഹം ഉറങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിരിപ്പിലേക്ക് ഇങ്ങനെ കണ്ണും നട്ട് നിൽക്കുന്നതാണ്. എന്തിനാണ് അദ്ദേഹം കണ്ണും നട്ട് നിൽക്കുന്നത്? ഉറങ്ങാൻ പൂതിയില്ലായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആക്രമിച്ചു കളയുമോ എന്ന് ഭയപ്പാടും ബേജാറും കൊണ്ടാണ് അബൂ താലിബ് അങ്ങനെ നോക്കി നിൽക്കുന്നത്. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞാൽ അബൂ താലിബ് എഴുന്നേറ്റ് പ്രവാചകന്റെ വിരിപ്പിൽ വന്നിട്ട് പറയും, മോനെ, ആ വിരിപ്പിൽ നീ പോയി കിടക്ക്, നിന്റെ വിരിപ്പിൽ ഞാൻ കിടക്കാം. എന്തിനാണത്? അദ്ദേഹം പറയാണ്, ആരെങ്കിലും വാളെടുത്തോ അല്ലെങ്കിൽ മഴുവെടുത്തോ വെട്ടിക്കൊല്ലാൻ വരികയാണെങ്കിൽ നീയാണെന്ന് വിചാരിച്ച് എന്നെ കൊന്നോട്ടെ, ഞാൻ വൃദ്ധനായി, നീ കൊല്ലപ്പെടരുത് എന്ന് പറഞ്ഞ അബൂ താലിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ. മക്കക്കാർ എത്രയോ തവണ അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കാൻ. അവിടെയെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ശക്തമായ സംരക്ഷണത്തിന്റെ കോട്ടയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നാണ് അബൂ താലിബ്. അബൂ താലിബിന്റെ മരണസമയം ചരിത്രത്തിൽ വിഖ്യാതമാണ്, ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ഫേമസ് ആണ്. അബൂ താലിബിന്റെ മരണത്തോട് മല്ലിടുന്ന വാർത്ത അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റിലും ഖുറൈശി പ്രമാണിമാര് മുഴുവനും ഉണ്ട്. എല്ലാവരുടെയും ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ തലയുടെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ എളാപ്പ, നിങ്ങൾ ഒറ്റവട്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഒരു വട്ടമെങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാൻ അത് വെച്ച് എന്റെ റബ്ബിനോട് പറയാം, എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. അബൂ താലിബിന്റെ അദ്ദേഹത്തിന്റെ ദുരഭിമാന ബോധം അദ്ദേഹത്തെ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവസാനം ആ മക്കക്കാരുടെ മില്ലത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് അബൂ താലിബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹിദായത്ത് മുന്നിൽ കണ്ടിട്ടും സ്വീകരിക്കാനും നേടിയെടുക്കാനും പറ്റിയില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയവേദനയോടെ അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ആ പ്രവാചകന്റെ വേദന എത്രത്തോളമാണെന്ന് കണ്ടറിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്തിലൂടെ തിരുത്തി കൊടുക്കുകയാണ്. അതാണ് ആയത്ത്. അല്ലാഹു പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. റസൂലേ, അങ്ങ് ആഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ അങ്ങയെ കൊണ്ട് പറ്റില്ല. വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അത് അല്ലാഹുവിന്റെ ഡൊമൈനാണ്. അല്ലാഹുവിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ആര് ഹിദായത്തിലാവണം, ആര് ളലാലത്തിലാവണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് വേദനിക്കേണ്ടതില്ല, അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു പറയുന്നുണ്ട്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഓർമ്മപ്പെടുത്തുക, നീ ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്. അവരുടെ മേൽ അധികാരം ചെലുത്താൻ ഒരിക്കലും നിനക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്ര തീവ്രമായ ആഗ്രഹം ഉണ്ടായിട്ടും അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയത്. ഈ ഹിദായത്തിനൊരു ടാക്സ് ഉണ്ട്, ഇതിനൊരു തീരുവയുണ്ട്. ഇതിന്റെ തീരുവയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് ദഅവത്ത്? മൈക്കെട്ടി പ്രസംഗിക്കുക, പോസ്റ്റർ കൊടുക്കാൻ പോവാ, നോട്ടീസ് ഒട്ടി, ഇതൊക്കെയാണ് ദഅവത്ത്. അത് മാത്രമല്ല, അതൊക്കെ ദഅവത്താണ്. പക്ഷെ ദഅവത്ത് അത് മാത്രമല്ല, മുസ്ലിമിന്റെ ജീവിതമടക്കം ദഅവത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായിഫിന്റെ സംഭവം നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ്. തായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഏറും ആട്ടും പരിഹാസങ്ങളും അപഹാസങ്ങളുമായിട്ട് അവസാനം ഉത്തുബയുടെയും ഷൈബയുടെയും മുന്തിരിത്തോട്ടത്തിലാണ് റസൂലുള്ള അഭയം പ്രാപിക്കുന്നത്. അവിടെ അദ്ദേഹം വളരെ വിഷണ്ണനായി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോ ഉത്തുബയും ഷൈബയും ഇത് കാണുന്നുണ്ട്. ഉത്തുബയും ഷൈബയും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ്. പക്ഷെ റസൂലിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി, വല്ലാത്ത പ്രയാസം തോന്നി. അദ്ദേഹം അവരുടെ അടിമയായ ഭൃത്യനായ അത്താസിന്റെ കയ്യിൽ കുറച്ച് മുന്തിരി റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ചു.
അങ്ങനെ അത്താസ് ആ മുന്തിരിയുമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. ആ മുന്തിരി പ്രവാചകന് കൊടുക്കാൻ. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്തിട്ട് വായിലേക്ക് ഇടുന്നതിന്റെ മുന്നേ ബിസ്മില്ലാ എന്ന് പറയാം. ഇത് കേട്ടപ്പോ അത്താസിന് അത്ഭുതമായി. അത്താസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഈ നാട്ടിലുള്ള ആളുകൾ, ഇവിടെയുള്ള അറബികളൊന്നും ഇങ്ങനൊന്നും പറയുന്നത് ഞാൻ കേൾക്കാറില്ലല്ലോ. എന്താണ് നിങ്ങൾ ഇതിന് തൊട്ട് മുന്നേ ഉച്ചരിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? അത്താസ് മറുപടി, എന്റെ പേര് അത്താസു എന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നീനവ എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത്. റസൂലുള്ളാഹ് ഒരല്പം മൗനിയായി നിന്നതിന് ശേഷം പ്രതികരിച്ചു, നീനവ, യൂനുസിന്റെ നാട്. അപ്പൊ അത്താസ് അത്ഭുതത്തോടെ ചോദിക്കാണ്, നിങ്ങൾക്ക് യൂനുസിനെ അറിയോ? അപ്പൊ റസൂലുള്ളാഹ് പറയാണ്, തീർച്ചയായും അദ്ദേഹം എന്റെ സഹോദരനാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്, ഞാനും ഒരു പ്രവാചകനാണ്. അങ്ങനെ അത്താസിന് വലിയ അത്ഭുതമായി. അങ്ങനെ പ്രവാചകന്റെ വാക്കുകൾ അത്താസ് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ ആ സ്പോട്ടിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിലേക്കും പ്രവാചകന്റെ കൈകളിലേക്കും ചുംബിക്കുകയും ചെയ്യാൻ. ഇത് ദൂരെ നിന്നുകൊണ്ട് ഉത്ബയും ഷൈബയും കാണുന്നുണ്ട്. അവര് പരസ്പരം പറയാൻ, അതാ ഓനും വീണു, ഓന്റെ കാര്യം തീരുമാനമായി. അത്താസ് തിരിച്ചു വരുമ്പോ ഉത്ബയും ഷൈബയും അത്താസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത്രയും വേഗം ആ മനുഷ്യനോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണം? അയാളുടെ നെറ്റിയിലേക്കും അയാളുടെ കയ്യിലേക്കും ഒക്കെ നീ ചുംബിക്കുന്നത് കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അത്താസ് പറയാണ്, ലോകത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ അയാളെപ്പോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും പരിശുദ്ധനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അത്താസ് മറുപടി പറയാൻ. പ്രിയപ്പെട്ടവരെ, എന്താ അതിന് കാരണമായത്? ബിസ്മില്ല എന്നൊരു വാക്കാണ്, ബിസ്മില്ല എന്നൊരു വചനമാണ്. ആ വചനത്തിലൂടെയാണ് ആ കോൺവെർസേഷൻ ഉണ്ടാവുന്നത്, ആ സംഭാഷണം ഉണ്ടാവുന്നത്. ആ സംഭാഷണത്തിലൂടെയാണ് തന്റെ മുന്നിലിരിക്കുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ രക്ഷിതാവിന്റെ പ്രവാചകനാണ് എന്ന് അത്താസ് എന്ന് പറയുന്ന അടിമ, ആ ഭൃത്യൻ മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പ്രസിദ്ധനായ താബിഈ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ തൊട്ട അയൽപക്കക്കാരന്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന്, കക്കൂസിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ശൗചാലയത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് ഇപ്പം ഹസനുൽ ബസരിയുടെ വീട്ടിലേക്ക് സ്ഥിരമായി വരുമായിരുന്നു. എപ്പോഴും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹസനുൽ ബസരി, അദ്ദേഹത്തിന് വൃത്യന്മാരും അടിമകളൊന്നുമില്ല, അദ്ദേഹം അതിങ്ങനെ സ്വയം വൃത്തിയായിക്കൊണ്ടേയിരിക്കും. വർഷങ്ങളോളം അത് അദ്ദേഹം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ വൃദ്ധൻ അത് കാണാൻ, അതറിയാൻ. അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഈ വൃദ്ധൻ എന്നിട്ട് ഹസനുൽ ബസരിയോട് ചോദിക്കാണ്, ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, ഇത് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെയാണ്. അയാളുടെ മനസ്സിൽ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു, അയാളുടെ മനസ്സിൽ അത് വല്ലാതെ കൊണ്ടു. അധിക ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആ വൃദ്ധൻ രോഗഗ്രസ്തനാവാണ്. അദ്ദേഹത്തിന് മാരകമായ രോഗം വരികയാണ്. അങ്ങനെ മരണശൈലിയിൽ കിടക്കുമ്പോ, രോഗം ബാധിച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോ ഹസനുൽ ബസരി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ ഹസനുൽ ബസരിയോട് അദ്ദേഹം ചോദിക്കാണ്, ഇത്രയും നാൾ എൻ്റെ അടുത്ത് ഇത്രയും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ട് ഒരു വട്ടം പോലും നിങ്ങൾ എന്റെ നേരെ മുഖം ചൊളിച്ചിട്ടില്ല, ഒരു വട്ടം പോലും നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല, ഒരു വട്ടം പോലും നിങ്ങൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങളാണെങ്കിൽ എന്നെ ബഹുമാനിച്ചു, ആദരിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തന്നു. എന്താണ് നിങ്ങൾ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അയൽപക്കക്കാരോടുള്ള കടമകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ. ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ ഹസനുൽ ബസരിയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, ഇനി എനിക്ക് അധിക ദിവസം ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടത്? ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പെരുമാറ്റം, അയൽപക്കക്കാരോടുള്ള പെരുമാറ്റം, കൂട്ടുകാരോടുള്ള പെരുമാറ്റം, വ്യവഹാരങ്ങളിലുള്ള പെരുമാറ്റം, എല്ലാം ഇസ്ലാമിക ദഅവത്താണ്, പ്രബോധനമാണ്. ആ പ്രബോധനം കേവലം നിറഞ്ഞു നിൽക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ നോട്ടീസിലോ ഒന്നും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ, നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ദഅവത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പണി എന്താണ്? ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അള്ളാഹു പറയാൻ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആർക്കാണ് ഒരുവനേക്കാൾ നല്ല കാര്യം ചെയ്യാൻ കഴിയുക? ഒരുത്തനേക്കാൾ നല്ല കാര്യം ആർക്കാണ് ചെയ്യാൻ കഴിയുക? മിമ്മൻ ദആ ഇലല്ലാഹ്. ആരാണ് അവൻ? അവൻ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു.
വഅമില സ്വാലിഹ, എന്നിട്ട് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അവന്റെ ആകാരത്തിലും അവന്റെ സംസാരത്തിലും അവന്റെ നടത്തത്തിലും ഇരുത്തത്തിലും നിലപാടിലുമെല്ലാം ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല കാര്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? നന്മ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല കാര്യം ഈ ദുനിയാവിൽ ഒന്നും ചെയ്യാനില്ല. സാധാരണ നമ്മുടെ ആളുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റസ് നിർണ്ണയിക്കുക? ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ ജോലി ചെയ്യുന്നത് എലോൺ മസ്കിന്റെ കമ്പനിയിലാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജെഫ് ബെസോസിന്റെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അംബാനിയുടെ കമ്പനിയിലാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അത്രയും വലിയ കമ്പനി, അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയ, അത്രയും അറിയപ്പെട്ട ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും സെക്യൂർഡാണ്. പക്ഷേ ഈ കണ്ട പണക്കാരുടെ കയ്യിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭിക്ഷയാണ്. ലോകത്തുള്ള പണക്കാരാകട്ടെ അധികാരികളാകട്ടെ അവർക്കെല്ലാം അവരുടെ ഈ പറയുന്ന ബില്യൺസ് ആൻഡ് ബില്യൺസ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭിക്ഷയായിട്ട് നൽകിയതാണ്. ആ റബ്ബ് മാലിക്കുൽ മുലൂക്കായ, ഖാലിഖുൽ മഖ്ലൂക്കായ, രാജാതിരാജനായ, സർവശക്തനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന പണിയേക്കാൾ നല്ല ഒരു പണി, പ്രിയപ്പെട്ടവരെ, ലോകത്ത് മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല, ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് വിളിക്കാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സുന്ദരമായ പണി ചെയ്യുന്നവർ നമ്മളാണ്. ലോകത്തെ ഏറ്റവും അന്തസ്സും അഭിമാനവും ഉള്ള ജോലി ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മളാണെന്ന് നാം മനസ്സിലാക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 അടുത്തോണ്ടിരിക്കുകയാണല്ലോ. പ്രവാചകന്റെ മരണവേള, പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ദിനങ്ങളാണ്. ആ ദിവസത്തിൽ പോലും പനി വന്നിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ദിവസങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഒഴിവാക്കിയിട്ടില്ല. കുറച്ച് തലവേദനയും പനിയും അങ്ങോട്ട് മാറുമ്പോ ഇടക്കിടക്ക് പ്രവാചകൻ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ ലാ തജ്അൽ ഖബ്രി ഈദാ. ഇങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പല കാര്യങ്ങളും പറഞ്ഞു. അവസാനത്തെ ദിവസം വരെ, പ്രിയപ്പെട്ടവരെ, മരണവേദനയിൽ പ്രവാചകൻ പിടയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടങ്കാലുകൾ തമ്മിൽ കൂട്ടിയുരയുമ്പോ, അവിടുത്തെ കൃഷ്ണപ്പണികൾ മുകളിലേക്ക് ഉയരുമ്പോ, ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് കൊടുക്കേണ്ട സന്ദേശം മറന്നു പോയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. മരണത്തിന്റെ സമയത്ത് പോലും, പ്രിയപ്പെട്ടവരെ, മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും തന്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മറക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്മാരുടെ അനുയായികളുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്ക്. ആരായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ? പ്രബോധക ജീവിതത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കേണ്ട ചരിത്രമാണ് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആരായിരുന്നു അദ്ദേഹം? മിസ്അബ് ഇബ്നു ഉമൈർ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഖുറൈശി കൂട്ടത്തിൽ പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. മിസ്അബിന്റെ ഗോത്രം എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഗോത്രമാണ്. ചെറിയ ഗോത്രമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന് വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു. കാരണം ഗോത്രം വലുതാകുമ്പോൾ സമ്പത്ത് അത്രയും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അപ്പൊ ഓരോരാൾക്ക് കിട്ടുന്ന പങ്ക് ഷെയ്ക്ക് കുറവായിരിക്കും. മിസ്അബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗോത്രം ചെറുതാണ്, അതുകൊണ്ട് ഓരോരാൾക്കുമുള്ള സമ്പത്തിന്റെ ആധിക്യം വളരെ വലുതാണ്. മിസ്അബിന്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് സമ്പത്തുള്ള മനുഷ്യന്മാരായിരുന്നു, ഒരുപാട് സമ്പാദ്യമുള്ള മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് മിസ്അബിന് ആ കാലഘട്ടത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്ത് പറഞ്ഞാലും റെഡിയാണ്, എന്ത് ആഗ്രഹിച്ചാലും ഓക്കെയാണ്. ആ കാലഘട്ടത്തിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്അബ് റളിയല്ലാഹു അൻഹുവെ തെരഞ്ഞെടുക്കാൻ ഒന്നാം അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബിനോട് പറയാണ്, മദീന കിളച്ചു മറിക്കാനുള്ള ഡ്യൂട്ടി മിസ്അബ് നിലക്കാൻ. അന്ന് മദീന പാറയാണ്. ഇസ്ലാമിക ദഅവത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. അന്ന് മദീന എന്ന് പറയുന്നത് പാറയാണ്. ഇസ്ലാം അറിയാത്ത, ഇസ്ലാമിനെ കുറിച്ച് പരിചയമില്ലാത്ത, കിളക്കാൻ ഇളക്കി മറിക്കാൻ എളുപ്പമല്ലാത്ത ആ സ്ഥലത്തേക്കാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നത്. ഒറ്റയാൾ പട്ടാളമായി അദ്ദേഹം കടന്നു നിന്നു. ഒറ്റക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ മാത്രമാണ്, അള്ളാഹുവിന്റെ കലാം മാത്രമാണ്. ആ മനുഷ്യൻ നടന്നു.
ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ, എണ്ണപ്പെട്ട വ്യക്തികൾ മാത്രം. അദ്ദേഹം നടന്നു, നഗരങ്ങളിൽ ഗ്രാമങ്ങളിലൂടെ നടന്നു, വീടുവിടാന്തരം കയറി ഇറങ്ങി, ഓരോ വ്യക്തികളെയും കണ്ടു. ബിശബ് റളിയല്ലാഹു അൻഹു ശക്തമായ ദഅവത്ത് നടത്തി. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടിട്ടാണ്, ഇത് അറിഞ്ഞിട്ടാണ് ഉസൈദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവൻ ബിശബ് റളിയല്ലാഹുവിനെ കാണാൻ വരുന്നത്. കോടാലി എടുത്തിട്ടാണ് വരുന്നത്. ആ കോടാലി കൊണ്ട് കൊന്നുകളയാനാണ് വരുന്നത്. അദ്ദേഹം നേരെ ബിശപ്പിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീയാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആള്, ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന ആള് നീയാണോ എന്ന് ചോദിക്കുകയാണ്. ബിശപ്പ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയത്, ഞാൻ എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഉസൈദ് പറഞ്ഞു, നീയാണ് ഇവിടെ ഒരു പുതിയ മതത്തിന്റെ വിത്ത് വാങ്ങാൻ ശ്രമിക്കുന്ന ആള് നീയാണോ? ഇവിടെയുള്ള ആളുകൾക്കിടയിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആള് നീയാണോ? ഉസൈദ് ബിശപ്പ് റളിയല്ലാഹു അൻഹു ഉസൈദിന്റെ നെഞ്ചത്ത് കൈവച്ചു. നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളോട് കേൾക്കുക. എന്നിട്ട് അത് കുഴപ്പമുള്ളതാണെങ്കിൽ ഞാനത് നിർത്തിക്കോളാം. അതല്ല, നിങ്ങൾക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്നെ എന്റെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുവദിച്ചൂടെ? ഉസൈദ് വിചാരിച്ചു, ശരിയാണ്, ഇയാൾ പറഞ്ഞത് ഒരു ന്യായമാണ്. ശരി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ബിശപ്പ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ ഏതാനും വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടാൻ ചുവന്നു തൊടുത്ത മുഖവുമായി വന്ന ഉസൈദ് ഇബ്നു ഹുദൈറിന്റെ മുഖം വിവർണമാവുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാണ്. അദ്ദേഹം ബിശപ്പ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ അമർത്തി പിടിക്കാൻ, ഇതാണോ നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത്? ഇതെന്തിനാണ് നിങ്ങൾ നിർത്തുന്നത്? ഇതെത്ര നല്ല വചനമാണ്, ഇതെത്ര നല്ല സന്ദേശമാണ്. നിങ്ങൾക്ക് ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ബിശപ്പ് റളിയല്ലാഹു അൻഹു നേരെ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ബിശപ്പ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കാൻ, സഅദ് ഇസ്ലാം സ്വീകരിക്കാൻ. സഅദിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളോടും അൻസാറുകളോടും അഭിപ്രായം ചോദിച്ചപ്പോ അൻസാറുകൾക്കിടയിൽ നിന്ന് ആദ്യമായി ഉയർന്ന ശബ്ദം സഅദ് ഇബ്നു മുആദിന്റെതാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ ഒരു മടിയും കൂടാതെ അങ്ങയുടെ കൂടെ വരാൻ ഞങ്ങൾ തയ്യാറാണ്. നഗ്നപാതരായി ബർക്കുൽ ഹിമാദിലേക്ക് അങ്ങ് നടന്നു ചെന്നാൽ അവിടേക്ക് അങ്ങയുടെ കൂടെ ഒരു മടിയുമില്ലാതെ കടന്നു വരാൻ ഞങ്ങൾ തയ്യാറാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ, അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദുൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് മൂസാ നബിയുടെ ഉമ്മത്ത് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയില്ല എന്ന് പ്രഖ്യാപിച്ച് അൻസാറുകൾക്കിടയിൽ ഉണ്ടായിരുന്ന മൗനത്തെ ഭംഗിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവേശം നൽകി. ബദർ എന്ന് പറയുന്ന ഒരു കാലത്തും മങ്ങിപ്പോകാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രചനയുടെ തുടക്കം കുറിച്ച മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത് കാടളയ്ക്ക് വരുന്ന ഹുസൈദിന്റെ മുന്നിൽ സമാധാനചിത്തനായി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓടിക്കൊടുത്ത മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാമനീഷിയാണ്. അദ്ദേഹം അതിനുവേണ്ടി ത്യജിച്ചത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു കാലത്ത് മക്കയിൽ ഏറ്റവും വിലപിടിച്ച ഉടയാടകൾ അണിഞ്ഞിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു അവസാനം മരിച്ചത് ഉഹുദിന്റെ രണഭൂമിയിലാണ്. ഉഹുദിന്റെ രണാങ്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമായിരുന്നു. 70ഓളം എണ്ണപ്പെട്ട സ്വഹാബികൾ, ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, മിസ്അബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വളരെ പ്രവാചകന്റെ വലങ്കൈകളും ഇടങ്കൈകളും എന്ന് പറയാൻ കഴിയുന്ന സ്വഹാബികളാണ് നഷ്ടപ്പെട്ടത്. ആ കൂട്ടത്തിൽ മിസ്അബ് ഉണ്ട്. മിസ്അബിന്റെ മയ്യിത്ത് നോക്കിയപ്പോ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ആളുകൾ മുഴുവൻ കരഞ്ഞു പോകുമാറ് ദയനീയമായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക അവസ്ഥ. നമ്മൾ ഒരുപാട് നമ്മുടെ കേട്ട ചരിത്രമാണ്. അദ്ദേഹത്തിന് സ്വന്തമായി മുഴുവനും മറക്കാനുള്ള തുണി പോലും ഇല്ലാതെയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദഅവത്തിന് വേണ്ടിയാണ്, പ്രബോധനത്തിന് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഈ അമാനത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ സ്വഹാബത്തും അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ. അവർക്ക് ഖുർആൻ മറ്റുള്ളവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ വല്ലാത്ത ആവേശമായിരുന്നു അവർക്ക്. അവരുടെ ജീവൻ പോയാലും അവരതിന് തയ്യാറാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഇതൊന്ന് ഓതി കേൾപ്പിക്കുക, ഇതൊന്ന് പരസ്യപ്പെടുത്തുക? അതിൽ ആദ്യം മറുപടി പറഞ്ഞത് ഇബ്നു മസ്ഊദ് ആയിരുന്നു. ഇബ്നു മസ്ഊദിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദഈഫായ ഒരു മനുഷ്യൻ, തറവാടിത്തമില്ലാത്തൊരു മനുഷ്യൻ, സൗന്ദര്യമില്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ, സമ്പത്തില്ലാത്തൊരു മനുഷ്യൻ, ഖുറൈശി കൂട്ടങ്ങൾ ഇളകി വന്ന് തല്ലിക്കൊന്നാൽ പോലും ഒരാളും ചോദിക്കാനും പറയാനില്ലാത്ത മനുഷ്യൻ. അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സ്വഹാബികൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അങ്ങ് അതിന് നിൽക്കരുത്,
നിങ്ങൾ അതിന് നിൽക്കരുത്. കാരണം വലിയ അപകടം ചെയ്യും. കാരണം ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് ആരുമില്ല. ഒരു ഗോത്രവും നിങ്ങളെ തല്ലിക്കൊന്ന ചോദിക്കാൻ വരൂല. അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കരുത്. ഇബ്നു മസ്ഊദ് പ്രവാചകനോട് പറയുന്നത്, റസൂലേ, ആ ചാൻസ് എനിക്ക് വേണം, ആ അവസരം എനിക്ക് വേണം. ഗത്യന്തരമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അവസരം കൊടുക്കാൻ, അദ്ദേഹം കഅബാലയത്തിലേക്ക് പോവാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത സൂറത്ത് വല്ലാത്തൊരു സൂറത്താണ്. സൂറത്തുർ റഹ്മാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് സൂറത്തുർ റഹ്മാന്റെ പാരായണം തുടങ്ങാൻ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാന്റെ സുന്ദരമായ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. ആ കഅബാലയത്തിന്റെ ചുറ്റിലുമുള്ള ആളുകൾ മുഴുവനും നിശബ്ദരാവുകയാണ്. കാരണം ഉള്ളത് അറബികളാണ്. ഈ മാസ്മരികമായ അറബി കവിതയോ ഗദ്യമോ പദ്യമോ എന്താണെന്നറിയില്ല. പക്ഷെ ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന ഈ വചനങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അവർ ശ്രദ്ധിച്ചത് ഇങ്ങനെ കേൾക്കാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന ഈ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് അവർ വല്ലാതെ അങ്ങോട്ട് ആഘോഷിക്കുക, വല്ലാതെ അങ്ങോട്ട് ആസ്വദിക്കാണ്. പെട്ടെന്നാണ് ഒരു മനുഷ്യൻ പറയുന്നത്, ഇത് മുഹമ്മദിന്റെ വാക്കുകളാണ്, ഇത് മുഹമ്മദിന്റെ വാക്കുകളാണ്, ഇത് ഖുർആനാണ്. അപ്പോഴാണ് ഖുറൈശികൾക്ക് ബോധം തിരിച്ചു വരുന്നത്. അവര് മനസ്സിലാക്കുകയാണ് ഇത് ഇവൻ മുഹമ്മദിന്റെ അനുയായിയാണ്. അത്രയും നാൾ അർക്കമിന്റെ വീട്ടിലാണ് ദഅവത്തും കാര്യങ്ങളൊക്കെ നടന്നത്. ഇബ്നു മസ്ഊദിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചെന്ന് പലർക്കും അറിയില്ല. അന്ന് വെളിച്ചത്ത് വരികയാണ്. ആളുകൾ അത്രയും നേരം നിശബ്ദരായി ഖുർആൻ കേട്ടിരുന്ന ആളുകൾ ഹാലിളകി വരികയാണ്, ഭ്രാന്ത് പിടിച്ചു വരികയാണ്. അതിക്രൂരമായ മർദ്ദനങ്ങൾ തുടങ്ങാൻ, അതിക്രൂരമായ തൊഴിയും ഇടിയും ചവിട്ടും തുടങ്ങാൻ. ബലഹീനനായ മനുഷ്യൻ, ദഈഫായ മനുഷ്യൻ, അദ്ദേഹം അവിടെ താഴേക്ക് വീഴാൻ. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? ഈ തൊഴികൾക്കിടയിലും ഈ ചവിട്ടുകൾക്കിടയിലും ഈ മർദ്ദനത്തിനിടയിലും അദ്ദേഹത്തിന്റെ നേർത്ത ശബ്ദം ഈ ആളുകളുടെ കോലാഹലങ്ങൾ മുഴുവനും ഭേദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്? ആ മർദ്ദനങ്ങൾക്ക് ആ ബലഹീനമായ മനുഷ്യനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം പ്രബോധനം ചെയ്യാനുള്ള, ദഅവത്ത് നടത്താനുള്ള ആ മനുഷ്യന്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം, അദ്ദേഹത്തിന്റെ ബോധം പോകുന്നത് വരെ, അദ്ദേഹത്തിന്റെ ബോധം നശിക്കുന്നത് വരെ ഈ ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോധം തീർന്നപ്പോ ഏതോ നല്ല മനസ്സുള്ള ചില മനുഷ്യർ അദ്ദേഹത്തെ ആ മർദ്ദകർക്കിടയിൽ നിന്ന് ഊരിക്കൊണ്ടുപോയി രക്ഷിക്കാൻ. എന്നിട്ട് പ്രവാചകനും സഹാബത്തും അവർ കണ്ണീരോടെ ഇബ്നു മസ്ഊദിന്റെ ചുറ്റിലും നിൽക്കാൻ. അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും നേരെ പ്രവാചകന്റെ മുഖത്ത് നോക്കി ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഒരവസരം കൂടി എനിക്ക് തരുമോ? ഒരവസരം കൂടി എനിക്ക് തരുമോ നബിയെ? ഞാൻ ഒന്നുകൂടി കഅബാലത്തിന്റെ അടുത്തേക്ക് പോട്ടെ, ഒന്നുകൂടി അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആസ്വദിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കിട്ടിയ ഇടിയും തൊഴിയും, അദ്ദേഹത്തിന് കിട്ടിയ മർദ്ദനങ്ങളുമെല്ലാം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ബലഹീനനായ മനുഷ്യൻ, ദഈഫായ മനുഷ്യൻ ആസ്വദിക്കുകയായിരുന്നു. ഇതെല്ലാമാണ് നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ ചരിത്രം. നമുക്ക് ദഅവത്തിന് വേണ്ടി ഒരു ഉറക്കം പോലും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരുറക്കം പോലും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ജോലിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലും ഈ ദഅവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ തിരക്കിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ഈ ദഅവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതുമായ ചരിത്രം ഇത്തരത്തിലുള്ള ചരിത്രങ്ങളാണ്. മുൻഗാമികളായ മനുഷ്യരുടെ ചരിത്രം. ദഅവത്ത് നടത്തി ഇടിയും അടിയും തൊഴിയും കൊണ്ടിട്ട് ആവേശം അറ്റുപോകാതെ വീണ്ടും ആ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ചരിത്രം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്താളുകൾ. അതുകൊണ്ട് ദഅവത്ത് നമ്മുടെ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്തുണ്ടായ വലിയ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. മംഗോളികളുടെ അക്രമം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത്. എങ്ങനെയാണ് മംഗോളികളുടെ അക്രമം അവസാനിക്കുന്നത്? മംഗോളികളുടെ അക്രമം എന്ന് പറഞ്ഞാൽ ബുഖാറയിലേക്ക് കയറി വന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ദർസ് നടത്തിയ അതേ പള്ളിയിലേക്ക് കയറി വന്നിട്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ കൊല്ലാക്കൊല ചെയ്ത ചരിത്രമാണ് മംഗോളികൾക്കുള്ളത്. ബഗ്ദാദിലൊക്കെ അവർ കൊലപാതകം നടത്തി ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും, ലോകത്തൊരു സൈന്യവും ചെയ്യാത്ത ക്രൂരതയാണ് മംഗോളികൾ ചെയ്തത്. ബഗ്ദാദിൽ വന്നിട്ട് ആ ബഗ്ദാദിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ യൂഫ്രട്ടീസിലേക്ക് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നദി അതിന്റെ മഷി കൊണ്ട് കറുത്തുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല.
കൊന്നു കഴിഞ്ഞിട്ട് ആ കൊന്ന മനുഷ്യരുടെ തല അറുത്തെടുത്തിട്ട് ആണുങ്ങളുടെ തല മുഴുവൻ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു, സ്ത്രീകളുടെ തല മുഴുവൻ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു, പിഞ്ചു കുട്ടികളുടെ തല മുഴുവൻ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു. ഇതായിരുന്നു മംഗോളികളുടെ അക്രമം. എങ്ങനെയാണ് അവസാനിച്ചത്? മുസ്ലിം സൈന്യം ഭയങ്കരമായ ഐൻജാലൂത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷേ മംഗോളികളുടെ അക്രമം യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് ദഅവത്തിലൂടെയാണ്. പല പണ്ഡിതന്മാരും, യാത്രികരായ സഞ്ചാരികളായ പല പണ്ഡിതന്മാരും മംഗോളികളുടെ ടെന്റുകളിലേക്ക് യാദൃച്ഛികമായി എത്തിപ്പെട്ടു. അവർ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ആ സംസാരത്തിലൂടെ അവർ ഇസ്ലാമിലേക്ക് മാറി, മുസ്ലിങ്ങളായി മാറി. പിന്നീട് ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിക ലോകത്തേക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന മംഗോളികളുടെ മുന്നിൽ ഓരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മറ്റു മംഗോളികളെയാണ്, മറ്റു മോംഗോൾസിനെയാണ് നമ്മൾ കാണുന്നത്. അവർ പറയാൻ തൊട്ടുപോകരുത്, കൊന്നുകളയും. അവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ. ഇന്നലെ വരെ മുസ്ലിങ്ങളെ കഴുത്തറുത്ത് കൊന്നിരുന്ന മോംഗോൾസിലെ ഒരു വിഭാഗം മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാളും പരിചയവുമായി ഇറങ്ങുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഉണ്ടായത്? ദഅവത്തിലൂടെയാണ്, ആയുധ പരിശീലനത്തിലൂടെയല്ല, ആയുധമുണ്ടാക്കുന്നതിലൂടെയല്ല. ഇസ്ലാമിക് സ്പെയിനിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഇസ്ലാമിക് സ്പെയിൻ അത് കീഴിൽ വരാൻ കാരണക്കാരനായ മൂസ ബിൻ നുസൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മൂസ ബിൻ നുസൈറിനെ ഉമവി ഭരണാധികാരികൾ നോർത്ത് ആഫ്രിക്കയിലെ ഗവർണറായിട്ട്, നോർത്ത് ആഫ്രിക്കയിലെ ഭരണാധികാരിയായിട്ടാണ് വിടുന്നത്. അദ്ദേഹത്തെ വിടുന്നത് ബർബറികൾ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിന്റെ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മൂസ ബിൻ നുസൈർ തീരുമാനിച്ചത് എന്താ അറിയൂ? അടിച്ചമർത്തുന്നതിന് പകരം, ആയുധവും സൈന്യവും ഉപയോഗിക്കുന്നതിന് പകരം ബർബറികളെ കൂടെ നിർത്തുക, അവർക്ക് ദഅവത്ത് നടത്തുക, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് മൂസ ബിൻ നുസൈർ തീരുമാനിക്കുന്നത്. അദ്ദേഹം ദഅവത്ത് തുടങ്ങി. ആ ബർബറികൾ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. നോർത്ത് ആഫ്രിക്കയിലെ ബർബറി ഗോത്രത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷവും ഇസ്ലാം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ താരിഖ് ബിൻ സിയാദ് റഹിമഹുല്ലാഹ്. താരിഖ് ബിൻ സിയാദിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. താരിഖ് ബിൻ സിയാദ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പടയോട്ടം നടത്തുകയാണ്. നോർത്ത് ആഫ്രിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം കൊണ്ടുവരികയാണ് അദ്ദേഹം. എന്നിട്ട് കടലിന്റെ അതിർത്തി വരെ അദ്ദേഹം എത്തിയതാണ്. ആ കടലിന്റെ അതിർത്തിയിൽ നിന്നിട്ട് അദ്ദേഹം കാണുന്ന ഒരു പാറക്കെട്ടാണ് ജിബ്രാൾട്ട് പാറക്കെട്ടാണ്. ജിബ്രാൾട്ട് കടലിടുക്കിന്റെ ആ പാറക്കെട്ടാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ ആ ഉമവി ഭരണാധികാരിയിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഐബീരിയൻ ഉപദ്വീപിലേക്ക് പോയി. അവിടെ അദ്ദേഹം നടത്തിയ പടയോട്ടമാണ് പിന്നീട് സ്പെയിൻ എന്ന് പറയുന്ന, അന്തലസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഭൂപ്രദേശം മുഴുവൻ പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാൻ കാരണം. എങ്ങനെയാണ് 800 കൊല്ലം നിലനിന്ന സ്പെയിനിന്റെ ചരിത്രം ഇസ്ലാമികമായി മാറിയത്? ദഅവത്തിലൂടെയാണ്. മൂസ ബിൻ നുസൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദഅവത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് ദിഗ്വിജയങ്ങളുടെ ചരിത്രം എഴുതാൻ കഴിയും, ഒരു സംശയം വേണ്ട. നമ്മൾ ദഅവത്ത് ചെയ്താൽ മതി. അള്ളാഹുവിന്റെ ഖുർആൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നാം പരിശ്രമിച്ചാൽ മതി. അതിനുവേണ്ടി നാം വിയർപ്പൊഴുക്കിയാൽ മതി. ആളുകളെ മുസ്ലിമാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ ഈ വാക്കുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. വായിക്കാത്തവരെ കൊണ്ട് വായിക്കാൻ നമുക്ക് കഴിയും. എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ നിർത്തുന്നതിന്റെ മുന്നേ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ഞാൻ തന്നെ നിങ്ങളോട് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഒന്നുകൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ആ സംഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആന്തമാനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ഒരു ISMന്റെ ആന്തമാൻ മേഖല സമ്മേളനം നടന്നിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ ഒരുമിച്ച് പോയിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ MM അക്ബർ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതാണ് ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവം സദസ്സിന്റെ ഏറ്റവും മുന്നിൽ ഇരുന്ന് കേട്ടിട്ട് ഞാനൊന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം, ആ സംഭവം നിങ്ങളോട് ഒന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് തവണ കേട്ടതും പറഞ്ഞതൊക്കെയാണ്. എങ്കിലും ഈ പ്രബോധനത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരണം 2 പെൺമക്കളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മരിക്കാൻ തീരുമാനിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ ആത്മഹത്യക്ക് അവരെ തിരഞ്ഞെടുത്ത രീതി രാത്രി കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മാരക വിഷം ചേർക്കുക. ആ വിഷം കുടിച്ചിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് കിടക്കാം, ഒരുമിച്ച് അങ്ങോട്ട് മരിക്കാം. നമ്മൾ പോയിട്ട് ഇവിടെ കുട്ടികൾ ബാക്കിയാവണ്ട, എല്ലാരും കൂടി ഒരുമിച്ച് പോവാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ തീരുമാനിച്ച ദിവസം, ആ തീരുമാനിച്ച രാത്രി അവർ തീരുമാനിച്ചതുപോലെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സമയമാകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുക. പക്ഷെ മനസ്സിൽ വല്ലാത്തൊരു വേദന. സിറ്റിംഗ് റൂമിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. കാരണം താനും ഭാര്യയും മരിക്കുന്നതല്ല, പിഞ്ചു പൈതങ്ങൾ കൂടി തങ്ങളോടൊപ്പം മരണപ്പെടുകയാണ്.
വല്ലാത്തൊരു ഒരു ഒരു പ്രയാസവും വല്ലാത്തൊരു വേദന അയാളുടെ മനസ്സിൽ തോന്നി. ആ വേദന ഇങ്ങനെ തോന്നി. അയാളുടെ ചെയറിൽ ഇരിക്കുന്ന സമയം ഷെൽഫിൽ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടു. ആ പുസ്തകങ്ങളിൽ ഒന്ന് ആ മനുഷ്യനെ മാടി വിളിക്കുന്നത് പോലെയൊക്കെ തോന്നി. അയാളെ വിളിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് ആ ഷെൽഫ് തുറന്ന് ആ പുസ്തകം എടുത്തു. പരിശുദ്ധ ഖുർആനായിരുന്നു. എന്തായാലും എല്ലാം തീരെയാണ്. ഇത് ആരാണ് തന്നത്, എപ്പോഴാണെന്നൊന്നും ഓർമ്മയില്ല. ആരോ ഗിഫ്റ്റ് തന്നതാണ്. ഇതും കൂടി ഒന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഖുർആൻ എടുത്തിട്ട് ആ മനുഷ്യൻ തന്റെ സിറ്റിംഗ് ചെയറിൽ പോയിരുന്നു. എന്നിട്ട് ഖുർആൻ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത, തുറക്കുമ്പോൾ തന്നെ അയാൾ കാണുന്ന ആയത്തെ അറിയോ? വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. ദാരിദ്ര്യം ഭയന്നിട്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു കളയരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും. അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ ഞാനാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഹല്ല് ചെയ്യുന്നവൻ ഞാനാണ് എന്ന് ആ ഖുർആൻ വചനം പറയാം. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇയാള് ചിന്തിക്കാണ്, എന്തൊരു ഗ്രന്ഥമാണിത്. ഈ ഒരു സംഗതിയാണ് എന്റെ മനസ്സിൽ വേദനിപ്പിക്കുന്നത്. ഇതാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്. അതേ വിഷയത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം എന്നോട് സംസാരിക്കുന്നു. അദ്ദേഹം ഓടിച്ചെന്നു. വിഷം കലർത്തി വെച്ച അത്താഴം വേസ്റ്റിൽ തട്ടി. ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഒളിച്ചോടുന്ന പ്രശ്നമില്ല, മരിക്കുന്ന പ്രശ്നമില്ല, നമ്മൾ നേരിടും. തിരിച്ച് അദ്ദേഹം ആർത്തിയോടെ ആ സിറ്റിംഗ് ചെയറിലേക്ക് വന്നിരുന്നു. ആ ഗ്രന്ഥം തന്റെ ജീവൻ രക്ഷിച്ച, തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ച, തന്റെ പിഞ്ചു പൈതങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ ഗ്രന്ഥം അദ്ദേഹം തുറന്ന് വായിക്കാൻ തുടങ്ങി. ഫാത്തിഹയിൽ നിന്ന് ബഖറയിലേക്കും ആല ഇമ്രാനിലേക്കും നിസായിലേക്കും മായിദയിലേക്കും അൻആമിലേക്കും ആറാഫിലേക്കും അങ്ങനെ സഞ്ചരിച്ച് എപ്പോഴോ അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യകലിമ ഉച്ചരിച്ച് മുസ്ലിമായി അദ്ദേഹം ദഅവത്തിന്റെ മേഖലയിൽ സജീവമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് അക്ബർക്ക് അന്നത്തെ ആ ഒരു സമ്മേളനത്തിൽ പറഞ്ഞൊരു ചരിത്രമാണ്. ആ ചരിത്രം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ആരാണ് ഈ മനുഷ്യനെന്നറിയില്ല, അദ്ദേഹം എവിടെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പേരറിയില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഖുർആൻ കൊടുത്തൊരു മനുഷ്യനുണ്ടാവും. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തൊരു മനുഷ്യനുണ്ടാവും. ആ മനുഷ്യൻ ഒരു പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഒരു കുടുംബത്തെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എന്റെ ഈ ഒരു പ്രവർത്തനം രക്ഷിച്ചു എന്ന് അദ്ദേഹം ഒരിക്കലും പക്ഷെ അറിയും. അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് വെച്ച് അറിയും. അണുമണിത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരലോകത്ത് വെച്ച് കാണും. മാശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പറഞ്ഞു കൊടുക്കും, ഇതാ ഇന്ന തീയതിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന മനുഷ്യന് നീ ഖുർആൻ നൽകി. വർഷങ്ങൾക്ക് ശേഷം ആ ഖുർആൻ അയാളോട് സംസാരിച്ചു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. 4 മനുഷ്യ ജീവനുകളെ രക്ഷിച്ച പ്രതിഫലം നിനക്കുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോഴാണ് ആ മനുഷ്യൻ ആനന്ദം കൊണ്ട് തകർന്നു പോവുക. ആ മനുഷ്യൻ അനുഭൂതി കൊണ്ട് തകർന്നു പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ നടത്തുന്ന ഒരു ചുവട് പോലും നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് ദഅവത്ത് നടത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ് ലേൺ ദി ഖുർആൻ സംരംഭം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കാരണമാവാൻ, അതിനൊരു വഴിയാവാൻ നമ്മൾ തയ്യാറാവുക, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ ഒക്ടോബർ മാസം 23-ാം തീയതി വരാനിരിക്കുന്ന ലേൺ ദി ഖുർആൻ ദേശീയ സംഗമം നമുക്കറിയാം. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അതിഥികൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമോ ആ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത് ഖുർആനിന്റെ പ്രചാരണമാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ഏതെങ്കിലും സംഘടനയെ ശക്തിപ്പെടുത്താനോ ഏതെങ്കിലും വിഭാഗത്തെ ശക്തിപ്പെടുത്താനോ അല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കലിമത്തില്ല, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനമാണ്, പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണമാണ്. ആ പ്രചാരണവും പ്രബോധനവും നാം ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമയവും നമ്മുടെ വിയർപ്പും നമ്മുടെ സമ്പത്തും ആ മാർഗത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ഈ ദഅവ മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.